നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയത്തിന് 25 വയസ്സ്. നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തി ഇന്ത്യൻ സൈന്യം വിജയം കൈവരിച്ചതിന്റെ ആവേശസ്മരണയിൽ രാഷ്ട്രം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. ജന്മനാടിനായി പൊരുതിയ ധീര ജവാന്മാർക്ക് ആദരം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ രാഷ്ട്രം ആദരവോടെ സ്മരിച്ചു. എഴുത്തു ലോട്ടറി. തൃത്താലയിൽ 3 യുവാക്കൾ അറസ്റ്റിൽ. പണവും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. എഴുത്തു ലോട്ടറി മാഫിയയെ സംബന്ധിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലും. തൃശൂർ വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരി 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. വ്യാജ അക്കൌണ്ടുകളിലേക്ക് വായ്പ എന്ന നിലയിൽ പണം മാറ്റി. ആരോപണ വിധേയയായ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യ ഒളിവിൽ. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും. വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയത് 5 സെന്റിമീറ്റർ വീതം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയത്തിന് 25 വയസ്സ്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തി സൈന്യം വിജയം കൈവരിച്ചതിന്റെ ആവേശവുമായി രാഷ്ട്രം കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. രാജ്യത്തിനായി പൊരുതിയ ധീര ജവാന്മാരെ സ്മരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ സിൽവർ ജൂബിലി കാർഗിൽ വിജയ് ദിവസ് ആഘോഷം നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃശൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത്. മേയർ MK വർഗീസ് പുഷ്പചക്രം സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ഹവിൽദാർ ഈനാസുവിൻ്റെ ഭാര്യ സിജി, കൗൺസിലർമാരായ N പ്രസാദ്, സുനിത വിനു, PK ഷാജൻ, എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറി ബേബി മാത്യു, ട്രഷറർ ഉദയകുമാർ, കേണൽ H പത്മനാഭൻ, ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, സെക്രട്ടറി K ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മിറ്റി അംഗങ്ങളും സംഘടനാ ഭാരവാഹികളും പുഷ്പചക്രം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഭടന്മാരെ ആദരിച്ചു. മങ്കര CI പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. 5000-ഓളം അടി ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഭൂമിശാസ്ത്രമാരെ അതിന് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ആക്രമിക്കുമ്പോൾ ശത്രുക്കളെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണ് കുറച്ച് തണുപ്പ് കാലാവസ്ഥയിൽ നമ്മുടെ സൈനികർ അവിടെ നിന്ന് മാറിയ അവസരത്തിൽ ആ സ്ഥലത്ത് ശത്രു രാജ്യങ്ങളുടെ തീവ്രവാദികളും ജവാന്മാരും എല്ലാവരും കയറി അത് കീഴ്പ്പെടുത്തിക്കാൻ ഉണ്ടായത്. അത് മനസ്സിലാക്കി ഉടനെ തന്നെ നമ്മുടെ പട്ടാളം അത് ആ ഭാഗം കീഴടക്കാൻ വേണ്ടി ഏകദേശം 72 ദിവസത്തോളം ചെയ്ത യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് തിരിച്ചു കിട്ടിയത്. വിമുക്ത ഭടന്മാരായ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, മണി, രവി, രാമൻകുട്ടി, സത്യൻ, കൃഷ്ണനുണ്ണി, നാരായണൻകുട്ടി എന്നിവരെയാണ് മങ്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. SI ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. ASI വിജയൻ, എക്സ് സർവീസസ് ലീഗ് മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് K മോഹൻദാസ്, SV ഹരിദാസ്, PK വിജയകുമാർ, ഷാഹുൽ ഹമീദ്, ഹനീഫ, ജനമൈത്രി ASI ഉഷ, EC ഉണ്ണികൃഷ്ണൻ, പ്രമോദ് മണ്ണൂർ, കൃഷ്ണൻകുട്ടി, ലീല ബാലകൃഷ്ണൻ, മുഹമ്മദ് പത്തിരിപ്പാല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാർഗിൽ വിജയ ദിവസത്തോടനുബന്ധിച്ച് പറളിയിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ എടത്തറ എക്സ് ഡിഫൻസ് ടീമിന്റെ നേതൃത്വത്തിൽ റീത്ത് സമർപ്പണം നടത്തി. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരുടെ സ്മരണകൾ പങ്കുവയ്ക്കാൻ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ യുദ്ധസ്മാരകത്തിൽ എത്തിയിരുന്നു. ചടങ്ങിൽ 27 കേരള NCC ബറ്റാലിയനിൽ നിന്ന് മുഖ്യാതിഥിയായി നായബ് സുബേദാർ ബൽജിത് സിംഗ് പങ്കെടുത്തു. NCC PI സ്റ്റാഫും NCC കാഡറ്റ്സും റീത്ത് പരേഡ് നടത്തി. हमारे जो भी कारगिल में शहीद होते हैं वो सदा अमर रहते हैं. चाहे कितनी भी सदियां बीत जाए वो हमेशा हमारे दिल में रहेंगे. और हमेशा हम यही चाहेंगे. हमने पिछले साल इधर शुरू किया है और हम
आगे मतलब आने वाले समय में इसको कंटिन्यू रखेंगे। കോർഡിനേറ്റർ ഹോണററി സുബേദാർ മേജർ കെ ദിവാകരൻ നേതൃത്വം നൽകി. റിട്ടയർഡ് ഹോണററി ക്യാപ്റ്റൻ കൃഷ്ണൻകുട്ടി, സെക്രട്ടറി നായബ് സുബേദാർ അക്ബർ അലി, പാലക്കാട് ടോപ്പ് ഇൻ ടൗൺ ഉടമ രാജു എടത്തറ, മങ്കര പോലീസ് സ്റ്റേഷൻ പ്രതിനിധി, പറളി സ്കൂൾ മാനേജർ കണ്ണൻ, പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി, എടത്തറ രാജീവ് ഗാന്ധി സ്മാരക സ്കൂൾ മാനേജർ കെ എം രമേശ് എന്നിവർ റീത്ത് സമർപ്പിച്ചു. റിട്ടയർഡ് ഹവൽദാർ വിജയകുമാരൻ സ്വാഗതം പറഞ്ഞു. എടത്തറ ഡിഫൻസ് ടീം അംഗങ്ങളും നാട്ടുകാരും റീത്ത് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കരയിൽ പരിസ്ഥിതി പ്രവർത്തകർ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. ചെമ്പകത്തൈകൾ നട്ടാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. എക്സ് സർവീസസ് ലീഗ് മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ മോഹൻദാസ്, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ എന്നിവർ ചേർന്ന് ചെമ്പകത്തൈ നട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഉദ്യമം എന്താണെന്ന് വെച്ചാൽ കാർഗിൽ വാറിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം 25 ഇതുമാതിരി വൃക്ഷങ്ങൾ നടാനുള്ള ആദ്യത്തെ വൃക്ഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 25 ചെമ്പകത്തൈകളാണ് പരിസ്ഥിതി പ്രവർത്തകർ നട്ടുപിടിപ്പിക്കുന്നത്. ചടങ്ങിൽ കെ എ റഹ്മാൻ, മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് SI പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ ധീര ജവാന്മാരുടെ സ്മരണയ്ക്കായി നമ്മുടെ പ്രഗത്ഭനെ കല്ലൂർ ബാലേട്ടൻ നേതൃത്വത്തിൽ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് മോഹനേട്ടൻ നമ്മുടെ എന്തെന്നേക്കും മറക്കാനാവാത്ത നമ്മുടെ വിരിഞ്ഞ പൂക്കളുമായി ചെമ്പകപ്പൂ തെയ് നിന്ന് നടത്തിട്ട് നമ്മുടെ മങ്കര മുഴുവൻ അതിന്റെ ശോഭയും മണവും ഉണ്ടാവാൻ, അതുപോലെ മനുഷ്യന്റെ സ്വഭാവം കൂടി, അതുപോലെ ചെമ്പകം മണം പോലെ മനുഷ്യ സ്വഭാവം കൂടി ആവാൻ വേണ്ടിയിട്ട് അതിന്റെയും കൂടി അർത്ഥത്തിലാണ് ചെമ്പകം വെച്ച് പിടിച്ചിട്ടുള്ളത്. പരിസ്ഥിതി പ്രവർത്തകരും വിമുക്ത ഭടന്മാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എഴുത്തു ലോട്ടറി തൃത്തലയിൽ 3 യുവാക്കൾ പിടിയിൽ. പോലീസ് നടത്തിയ പരിശോധനയിൽ പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. തൃത്താലയിൽ എഴുത്തു ലോട്ടറി മാഫിയക്കെതിരെ പോലീസ് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. 3 യുവാക്കളാണ് പരിശോധനയിൽ പിടിയിലായത്. മേഴത്തൂർ വൈദ്യമഠം മുറ്റപ്പള്ളിയാലിൽ സിറാജുദ്ദീൻ 27 വയസ്സ്, നടുവട്ടം തെക്കേപ്പുറത്ത് പ്രവീൺ 34 വയസ്സ്, നടുവട്ടം പാറക്കൽ ലാലു പ്രസാദ് 27 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മേഴത്തൂർ സെന്ററിലും പുല്ലാനിക്കാവിന് സമീപമുള്ള കടകളിലുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത്. വൈദ്യമഠം സെന്ററിന് സമീപം കോടനാട്ടെ സലൂണിൽ വെച്ചാണ് സിറാജുദ്ദീൻ പിടിയിലായത്. മറ്റു 2 പേരെ മേഴത്തൂർ സെന്ററിൽ വെച്ച് പിടികൂടി. യുവാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റ് രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 ഇടങ്ങളിൽ നിന്നായി 11,500 രൂപയും പോലീസ് പിടിച്ചെടുത്തു. 3 ലോട്ടറി ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളിൽ സമ്മാനം നേടാൻ സാധ്യതയുള്ള നമ്പറുകൾ മുൻകൂട്ടി ഊഹിച്ചെഴുതുന്നതാണ് എഴുത്തു ലോട്ടറിയുടെ രീതി. തൃത്താല SHO TV സജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടി ജീവനക്കാരി മുങ്ങിയതായി പരാതി. വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റി 20 കോടിയോളം രൂപ യുവതി തട്ടിയെടുത്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യ മോഹനെതിരെയാണ് പരാതി. 5 വർഷമായി വിവിധ വ്യാജ അക്കൗണ്ടുകളിലേക്ക് വായ്പയായാണ് ധന്യമോഹൻ പണം മാറ്റിയത്. 18 വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ധന്യ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ കുടുംബങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത്. സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക. ഓഡിറ്റിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ യുവതി ഒളിവിൽ പോവുകയായിരുന്നു. ബന്ധുക്കളുടെ അടക്കം അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ യുവതിക്കും ബന്ധുക്കൾക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നു. ജലനിരപ്പ് 60.83 എത്തിയതോടെയാണ് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നത്. സമീപവാസികൾക്കും പുഴയോരത്ത് താമസിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയ ശേഷം രാവിലെ 11 മണിയോടെയാണ് ഡാം തുറന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നത്.
5 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഡാമിന്റെ മൊത്തം സംഭരണശേഷി 62.48 ജലനിരപ്പ് 60.83 എത്തിയതോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത്. റോൾ മെയിന്റനൻസിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. നേരത്തെ സമീപവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശമംഗലം കൊണ്ടയൂരിൽ അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കൊണ്ടയൂർ ഉണ്ണിയാട്ടിൽപ്പടി പരേതനായ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രാധയുടെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സുകാരി ഉൾപ്പെടെ പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് തൊട്ടടുത്ത വളപ്പിലെ മരം ഇവരുടെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. വീട്ടുടമയായ രാധയുടെ മരുമകൾ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഇതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. വീട് താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ പുറത്തുണ്ടായിരുന്നു, തുണിയോട് തോരടാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ മരം അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ മരം ഇങ്ങോട്ട് ചാടിയത് കുട്ടി ആ റൂമിലുണ്ടായിരുന്നു. ഞാൻ ഓടി കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. അതുകൊണ്ടൊന്നും പറ്റിയില്ല, ഓടി ഇങ്ങോട്ട് വീഴുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സ്ഥലം സന്ദർശിച്ചു. താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ സ്വയം മുറിച്ചുമാറ്റി അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. പഞ്ചായത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ പഞ്ചായത്തിലെ എയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നെല്ലാം അപേക്ഷകൾ കൊടുത്ത് അവരുടെ മേൽക്കൂര പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ദുരന്ത നിവാരണ ഇതിലേക്ക് കൊടുക്കും. പക്ഷെ അത് പാസ്സായി വരുന്നത് വരെയുള്ള സമയം അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും. അപ്പോൾ മേൽക്കൂര പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ദേശമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണും മതിലിടിഞ്ഞ് വീണും മരങ്ങൾ വീണുമെല്ലാം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ വ്യക്തികൾ കാലവർഷക്കെടുതി വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരുടെ വളപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാളുടെ വീടിൻ്റെ മുകളിലേക്ക് വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മുറിച്ചു നീക്കണമെന്ന് കാലേക്കൂട്ടി എല്ലാ പഞ്ചായത്ത് ഈ വ്യക്തികളെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. വില്ലേജ് അധികൃതരും ഗ്രാമസേവകനും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളി ആറ്റുപുറത്ത് മരം വീണ് വീട് തകർന്നു. പാറക്കൽ ഇസ്മായിലിന്റെ 54 വർഷം പഴക്കമുള്ള വീടിന് മുകളിലേക്കാണ് കൂറ്റൻ മരം കടപുഴകി വീണത്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് കൂറ്റൻ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. വീട് പൂർണ്ണമായും തകർന്നു. താമസിക്കാൻ ഇടമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്മായിലിന്റെ കുടുംബം. രോഗിയായ ഇസ്മായിലും ഭാര്യയും 2 മക്കളും താമസിക്കുന്ന വീടാണിത്. വീട് തകർന്നതോടെ നിസ്സഹായാവസ്ഥയിലായ കുടുംബം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ തകർന്നതായി ഇവർ പറഞ്ഞു. നിവൃത്തിയില്ല, അഞ്ഞും വൈകിച്ച എന്താ പറയാ ഒറ്റിയിട്ട് ടാർപ്പായി കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരും സർക്കാരും ഇടപെട്ട് അടിയന്തരമായി വീട് പുനർനിർമ്മിക്കാൻ സഹായം ലഭ്യമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് കരീം പറളി ആവശ്യപ്പെട്ടു. പഴയ വീടാണ്, പക്ഷേ പുലിമേൽക്ക് വന്നപ്പോൾ വലിയൊരു മരം അതിന്റെ മുകളിലാണ് വീണത്. പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല ഇസ്മയിലിന്. ഇന്നിപ്പോൾ കാലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 2 മക്കള്, ഒരാള് +2, ഒരാള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 പഠിക്കണം. വലിയ ബാധ്യതയാണ്. ചെറിയൊരു പെട്ടിക്കട നടത്തിയിട്ടാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. വലിയ പ്രയാസമാണ്. സർക്കാരിന്റെ ശ്രദ്ധയിലൊക്കെ പെടേണ്ടതാണ്. അടിയന്തരമായി ലൈഫ് മിഷനൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും NRHMന്റെയും സഹകരണത്തോടെ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പും സൗജന്യ BP, ഷുഗർ പരിശോധനയും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ലബ്ബ് വനിതാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഷൊർണൂർ നഗരസഭ മുൻ കൗൺസിലർ C. പുഷ്പ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ്ബ് സെക്രട്ടറി C. ബിജു അധ്യക്ഷത വഹിച്ചു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി MVA P. എഡിസൺ ക്ലാസ് എടുത്തു. സൊസൈറ്റി ഔട്ട്റീച്ച് വർക്കർ K. സുധ, ഫ്രണ്ട്സ് ക്ലബ്ബ് വനിതാവേദി പ്രസിഡന്റ് സുമിജ മനേഷ്, സെക്രട്ടറി TC രാധിക എന്നിവർ സംസാരിച്ചു. അവർക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്കത് കയറി വരാൻ സാധ്യത കൂടുതലാണ്.
അപ്പൊ അതിനുള്ളൊരു ടെസ്റ്റാണ് ഇത് ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഈ ടെസ്റ്റ് ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ നമ്പറുകൾ ഇവിടെ ഏൽപ്പിക്കുന്നതാണ്. ഇവിടെ പബ്ലിക്കിൽ വെച്ചിട്ടോ നമ്മൾ ആരോടും ഇത് പറയാറില്ല. ഇതൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത് സാറോ അല്ലെങ്കിൽ നമ്മുടെ മെമ്പർ മാഡം സാറോ ആശാ വർക്കർ മാഡം നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതിനൊക്കെ താല്പര്യപ്പെടുന്നവര് സി ജയരാജ്, പ്രജിത മനോജ്, കെ അനില, എ ആര്യ, കവിത, സൗമിനി, സി രജനി, സി സുജാത, ചിഞ്ചു, ദീപ പുഷ്കരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വാർഷിക ജനറൽ ബോർഡ് യോഗം ലൈബ്രറി ഹാളിൽ നടന്നു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ABC ഗ്രേഡ് ഉണ്ട്, A+ ഗ്രേഡ് ഉണ്ട്. A+ ഗ്രേഡിൽപ്പെട്ട വായനശാലയാണ് നമ്മുടെ പ്രഭാതം വായനശാല എന്ന് പറയുന്നത്. 10,000-ലധികം പുസ്തകങ്ങളുള്ള, നന്നായി പ്രവർത്തിക്കുന്ന, എല്ലാ മാസവും പരിപാടി സംഘടിപ്പിക്കപ്പെടുന്ന, ആ പരിപാടികളിൽ ആളുകളെ നല്ല രീതിയിൽ പങ്കെടുപ്പിക്കുന്ന, എല്ലാ സമയത്തും മിക്കവാറും തുറന്നിരിക്കുന്ന എന്ന് തന്നെ പറയാം. യോഗത്തിൽ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. RG പിള്ള, KC രാജൻ, ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, MK രാമചന്ദ്രൻ, CK ഗോവിന്ദൻകുട്ടി, റംല, M മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട്ട് തോപ്പിൽ ഭാസി ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കും. സംഗീത നാടക അക്കാദമി, യുവകലാ സാഹിതി, പുരോഗമന കലാസാഹിത്യ സംഘം, സ്വരലയ എന്നിവ സംയുക്തമായി ജൂലൈ 28-നാണ് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുകയെന്ന് സ്വരലയ സെക്രട്ടറി TR അജയൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജാതിമത രാഷ്ട്രീയ വൈരം സജീവമായ കാലഘട്ടത്തിൽ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് TR അജയൻ ചൂണ്ടിക്കാട്ടി. നാടകത്തിലും സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിയ തോപ്പിൽ ഭാസിയുടെ നിലപാടുകൾ ആവർത്തിച്ചു പറയുന്നത് അനീതിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കൽ കൂടിയാണ്. തോപ്പിൽ ഭാസിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിക്കുന്ന ജന്മശതാബ്ദി ആഘോഷത്തിൽ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്ര മുഹൂർത്തങ്ങൾ പറയുന്ന ഫോട്ടോ പ്രദർശനം, നാടകഗാനാവതരണം, സെമിനാറുകൾ, നാടകപ്രവർത്തകരുടെ ഒത്തുചേരൽ, നാടകാവതരണം എന്നിവയുണ്ടാകും. കേരളത്തിലെ നാടക, സിനിമാ പ്രവർത്തകർ, തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും TR അജയൻ പറഞ്ഞു. മലയാള നാടക രംഗത്തും ചലച്ചിത്ര രംഗത്തും ഇത്രമാത്രം സംഭാവനകൾ നൽകിയ ഒരു കലാകാരൻ വളരെ ചുരുക്കമാണ്. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1957 അദ്ദേഹം നിയമസഭ സാമാജികനായിരുന്നു. അന്ന് ഒരു ജിഞ്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ ഉണ്ടായിരുന്ന 5 പേരിൽ ഒരാളായിരുന്നു തോപ്പിൽ ഭാസി. അദ്ദേഹത്തിന്റെ ഒളിവിലെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള എഴുത്തുകൾ വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ക്രൂരമായാണ് അദ്ദേഹം നിർത്തിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ അതിനകത്തുണ്ട്. നമ്മൾ വളരെ പ്രധാനമായും ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ഒരു മനുഷ്യനെ, ഒരു കലാകാരനെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയിൽ ആദരിക്കുന്നത്. അപ്പൊ ആ ആദരണം പല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയപ്പോ എവിടെ നടക്കുന്ന പരിപാടികളെക്കാളും മുന്നിൽ നിൽക്കണം പാലക്കാട് എന്നുള്ള മട്ടിലാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി MC ഗംഗാധരൻ, R ശാന്തകുമാരൻ, പ്രസാദ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയത്തിന് 25 വയസ്സ്. നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയെ തുരത്തി ഇന്ത്യൻ സൈന്യം വിജയം കൈവരിച്ചതിന്റെ ആവേശസ്മരണയിൽ രാഷ്ട്രം കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. ജന്മനാടിനായി പൊരുതിയ ധീര ജവാന്മാർക്ക് ആദരം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരെ രാഷ്ട്രം ആദരവോടെ സ്മരിച്ചു. എഴുത്തു ലോട്ടറി. തൃത്താലയിൽ 3 യുവാക്കൾ അറസ്റ്റിൽ. പണവും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. എഴുത്തു ലോട്ടറി മാഫിയയെ സംബന്ധിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലും.
തൃശൂർ വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരി 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. വ്യാജ അക്കൗണ്ടുകളിലേക്ക് വായ്പ എന്ന നിലയിൽ പണം മാറ്റി. ആരോപണ വിധേയയായ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് മാനേജർ കൊല്ലം തിരുമല സ്വദേശിനി ധന്യ ഒളിവിൽ. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും. വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നു. പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയത് 5 സെന്റിമീറ്റർ വീതം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.